നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായ പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതിൽ ദുരൂഹത എന്ന ആരോപണം ശക്തമാകുന്നു. വിയറ്റ്നാം ബോട്ട് അപകടം, മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. അതിഥി തൊഴിലാളി വേതനം ഏകീകരിച്ചു. വിദഗ്ധ തൊഴിലാളിക്ക് 1100 രൂപ, ഹെൽപ്പർക്ക് 950 രൂപ. കേരള ചരിത്രത്തിൽ ആദ്യം കാപ്പ തടവുകാരനായ BJP കൗൺസിലർ ആർ സുഗതൻ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. മഴ ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രണം തുടരുമെന്ന് KEB. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതിൽ ദുരൂഹത എന്ന ആരോപണം ശക്തമാകുന്നു. ഘടകകക്ഷിയിൽ നിന്ന് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതിന് പിന്നാലെ ഉയർന്നു വന്ന ദുരൂഹതകളെ കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ സജീവമാകുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ചർച്ചകളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി വകുപ്പ് തിരിച്ചുപിടിച്ചത്. തുടർന്ന് 3 മാസത്തിനകം തന്നെ സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ആട്രിബ്യൂഷൻ തർക്കം ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തു. വകുപ്പ് ഭരിച്ചിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രന് പരിഗണന നൽകാതെ മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനായ VN വാസവനാണ് ഈ ചുമതല കൈമാറിയത്. 911 കോടി രൂപയുടെ നഷ്ടപരിഹാര തർക്കത്തിൽ അദാനിക്ക് അനുകൂലമായി ഒത്തുതീർപ്പുണ്ടായതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വിയറ്റ്നാം ബോട്ട് അപകടം, മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരണമടഞ്ഞ കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൗനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെ മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. വിമാനത്താവളത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ചു. അപകടത്തിൽപ്പെട്ടവർ സഞ്ചരിച്ചിരുന്ന യാത്ര സംഘടിപ്പിച്ച മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ലാവ കമ്പനി ആശ്രിതർക്ക് 25 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ നിലവിൽ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും സംസ്കാര ചടങ്ങുകൾ നാളെ കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. അതിഥി തൊഴിലാളി വേതനം ഏകീകരിച്ചു. വിദഗ്ധ തൊഴിലാളിക്ക് 1100 രൂപ, ഹെൽപ്പർക്ക് 950 രൂപ. തൃശൂർ എരുമപ്പെട്ടി മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ വേതന നിരക്ക് ചർച്ചകൾക്കൊടുവിൽ ഏകീകരിച്ച് നിശ്ചയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മടങ്ങിയെത്തിയ തൊഴിലാളികൾ ഏകപക്ഷീയമായി കൂലി വർദ്ധിച്ചതിനെ തുടർന്ന് കരാറുകാരും തൊഴിലാളികളും തമ്മിൽ വലിയ തർക്കം നിലനിന്നിരുന്നു. തൊഴിലാളികൾ നിർമ്മാണ സൈറ്റുകളിൽ നിസ്സഹകരണം ആരംഭിച്ചതോടെ കരാറുകാർ പോലീസിലും ലേബർ ഓഫീസിലും പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ CWS അസോസിയേഷൻ ഭാരവാഹികളും അതിഥി തൊഴിലാളി പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് പുതിയ വേതന വ്യവസ്ഥ അംഗീകരിച്ചത്. ഇതനുസരിച്ച് എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിൽ ഹെൽപ്പർമാർക്ക് മറ്റു ചിലവുകളില്ലാതെ 950 രൂപയും വിദഗ്ധ തൊഴിലാളിക്ക് 1100 രൂപയുമായി കൂലി ഏകീകരിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. മഴ ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രണം തുടരുമെന്ന് KEB. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള കടുത്ത മഴക്കുറവും ഉയർന്ന അന്തരീക്ഷ താപനിലയും കാരണം വൈദ്യുതി ഉപഭോഗം കുത്തനെ വർദ്ധിച്ചതായാണ് KEBയെ പ്രതിസന്ധിയിലാക്കിയത്. നിലവിൽ KEB അണക്കെട്ടുകളിൽ സംഭരണ ശേഷിയുള്ള വെറും 28% മാത്രമാണ് ജലനിരപ്പുള്ളത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര ഉൽപാദനം 24 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയപ്പോൾ ഉപഭോഗം 86.46 ദശലക്ഷം യൂണിറ്റായി കുതിച്ചുയർന്നു. വരും ദിവസങ്ങളിൽ ആവശ്യത്തിന് മഴ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി നിയന്ത്രണങ്ങൾ നീട്ടേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയ ബോർഡ് പുറത്തുനിന്നും വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അറിയിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യം കാപ്പ തടവുകാരനായ BJP കൗൺസിലർ ആർ സുഗതൻ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷൻ 20-ാം വാർഡ് BJP കൗൺസിലർ ആർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് ആർ സുഗതൻ. കാപ്പ നിയമപ്രകാരം നിലവിൽ വിയ്യൂർ ജയിലിൽ തടവിലുള്ള സുഗതന്റെ സത്യപ്രതിജ്ഞ ജനാധിപത്യത്തിൽ ജനവിധി മാനിക്കപ്പെടണമെന്ന ഹൈക്കോടതിയുടെ അസാധാരണ ഉത്തരവിനെ തുടർന്ന് ജയിലിൽ വെച്ച് നടത്താൻ അനുമതിയുണ്ടായത്. രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക. കോർപ്പറേഷൻ ഭരണം 5 വർഷം സമാധാനപരമായി മുന്നോട്ട് പോകുമെന്നും തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും തിരുവനന്തപുരം മേയർ VV രാജേഷ് പ്രതികരിച്ചു.